السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون، قال الله عز وجل في كتابه المجيد: ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ നമ്മളോട് അറിയിച്ചു തരികയാണ്, നാം പിന്നീട് വേദഗ്രന്ഥത്തെ നാം തിരഞ്ഞെടുത്ത എൻ്റെ ചില അടിമകൾക്കത് നൽകി, അവകാശമായി അനന്തരമായി നൽകി. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അതിൽ ചിലർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകളുണ്ട്. വമിൻഹും മുഖ്തസിദ്, എന്നാൽ മറ്റു ചിലരാകട്ടെ അവർ ഒരു മിതത്വം കാണിച്ചവരാണ്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അതിൽ മറ്റൊരു കൂട്ടരുമുണ്ട് അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം, അല്ലാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം നന്മകളിൽ വേഗത്തിലോടിയ മുന്നേറിയ ആളുകളുമുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ അദീം, അതാകുന്നു ഏറ്റവും വമ്പിച്ചതായ ഔദാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ വേദഗ്രന്ഥം നൽകപ്പെട്ട ഖുർആൻ ഇറക്കപ്പെട്ട ആളുകളെ വേർതിരിക്കുകയാണ് മൂന്ന് കൂട്ടങ്ങളായി. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉത്തമവുമായ കൂട്ടം അവരദാ സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം നന്മകളിൽ മുന്നേറിയവരാണ്. അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം നന്മയിൽ മുന്നേറിയവർ, അവർ മുന്നേറ്റത്തിലാണ്. അവരിൽ ഒന്നാമന്മാർ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ്, മുർസലീങ്ങളാണ്. അതിന് തൊട്ട് ശേഷമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവരുടെ കൂടെയുണ്ട്. അതിനു പിന്നാലെയുണ്ട് താബിഈങ്ങളുണ്ട്, തബഉ താബിഈങ്ങളുണ്ട്. അങ്ങനെ മുന്നേറിയ നന്മകളിൽ മുന്നിൽ പോയ ആളുകളുണ്ട്, അവരെ നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകളുമുണ്ട്. അങ്ങനെ അവർ മുന്നേറിയിരിക്കുന്നു. അവർ അലസതയിൽ നിന്നും മുക്തരായി അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ അവർ സ്ഥിരമായി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്മകളിൽ അവർ മുന്നേറുകയാണ്. അവർക്കെന്തെങ്കിലും തളർച്ച വരുമ്പോൾ ചെറിയ ജീവിതമാണ്, വലിയ പ്രതിഫലമാണ്. ഈ ചെറിയ ജീവിതത്തിൽ ചെയ്യുന്ന പണികൾക്ക് ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തെ സ്വർഗമാണ് കൂലി എന്നതാലോചിച്ചവർ മുന്നേറുകയാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ വമിൻഹും മുഖ്തസിദ്, മറ്റൊരു കൂട്ടർ അവർ ഇഖ്തിസാദ് നടത്തിയവരാണ്. അതായത് കുറെയൊക്കെ ചെയ്യും, കുറച്ചൊക്കെ മടി കാണിക്കും, കുറെയൊക്കെ നന്മകൾ ചെയ്യും,
കുറച്ചൊക്കെ തിന്മകൾ ചെയ്യും. അങ്ങനെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിക്കൊണ്ട് ഇഖ്തിസാദിലായ മറ്റൊരു കൂട്ടരും ഉണ്ട്. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞവർ. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തം ശരീരങ്ങളോട്, സ്വന്തം ആത്മാവിനോട് അക്രമം കാണിച്ചിട്ടുള്ള ആളുകളുണ്ടവരിൽ. അക്രമം കാണിച്ചിട്ടുള്ളവരായ ആളുകൾ, ആ ആളുകളുടെ അവസ്ഥ അതിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ആ ആളുകൾ പല വിഭാഗങ്ങളാണ്. സ്വന്തത്തോട് അക്രമം കാണിച്ചവർ, തിന്മകളിൽ ആർമാദിച്ചവർ, തിന്മകൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ ആസ്വദിച്ചവർ, അവരിലും പല വിഭാഗക്കാരുണ്ട്. അവരിൽ ചിലരുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നവനാണ്. മുഅ്മിനീങ്ങളെ കുറിച്ചാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കണം, എൻ്റെ റഹ്മത്ത് അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ നന്നായി പൊറുക്കുന്നവനാണ്, പാപങ്ങൾ പൊറുത്തു നൽകുന്നവനാണെന്ന് എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കണം. വ അന്ന അദാബി, അതുപോലെ അറിയിച്ചു കൊടുക്കണം എൻ്റെ ശിക്ഷ അത് വളരെ വേദനയുള്ളതാണ് എന്നും നീ അവർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചും അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടും ജീവിക്കുന്ന പാപത്തിൽ മുങ്ങിപ്പോയ ആളുകളുണ്ട്. വേറൊരു കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണയെക്കുറിച്ച് തിരിച്ചറിഞ്ഞാത്തവരാണ്. അവരങ്ങനെ ജീവിക്കുകയാണ്. തിന്മകളിൽ അവർ മുഴുകിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പുറത്തു തരുമോ എന്ന പ്രതീക്ഷയില്ല. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ബോധമില്ല. തിന്മകളിൽ മുങ്ങിക്കഴിഞ്ഞു, ഇനി ഏതായാലും ഇങ്ങനെയായി, ഇനിയും അങ്ങോട്ടങ്ങനെ തന്നെ, കാരണം ഇതിൽ നിന്നൊരു മോചനമില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളുകളും മനുഷ്യരിലും മുഅ്മിനീങ്ങളിൽ ഉണ്ടാകാം. വേറൊരു കൂട്ടരുണ്ട്, അവർ തിന്മകൾ ചെയ്തവരാണ്, തിന്മകളിൽ മുഴുകിയവരാണ്. പക്ഷേ അവർ വിചാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നവനാണ്, ഗഫൂറാണ്, റഹീമാണ്, എനിക്ക് പുറത്തു തരും, നാളെ പരലോകത്ത് എനിക്ക് പുറത്തു തരും എന്ന അള്ളാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരായ ആളുകളുമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഒന്നാമത്തെ കൂട്ടരിലാണ് ആകേണ്ടത്. നമ്മളെല്ലാവരും തിന്മ ചെയ്യുന്നവരാണ്. ഒരാൾക്കും ഞാൻ തിന്മ ചെയ്യാത്തവനാണ് എന്ന് പറയാൻ ഒരു അവകാശവുമില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ഹദീസ് നിങ്ങളോട് പറയാതെ വെച്ചിരുന്നു. ഇന്ന് മരണക്കിടക്കയിലാണ്, ഇനി അത് പറയാതെ വയ്യ. കാരണം ഇൽമ് മറച്ചു വെക്കുക എന്ന ഒരവസ്ഥയിലേക്ക് അതായി പോകും. ചിലപ്പോൾ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു മാത്രമായിരിക്കും. അദ്ദേഹം ആ ഹദീസുമായി മരണപ്പെട്ടാൽ ചിലപ്പോൾ അദ്ദേഹം അതിൻ്റെ പേരിൽ കുറ്റക്കാരനായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലൗലാ അന്നകും തുദ്നിബൂൻ ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂന സുമ്മ യഗ്ഫിറു ലഹും. നിങ്ങളെങ്ങാനും തിന്മ ചെയ്യാത്തവരായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കും, എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ തിന്മ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ തിന്മ ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കി അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന അവസ്ഥ അല്ലാഹു ഉണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം തിന്മകൾ ചെയ്യുന്നതൊക്കെ അല്ലാഹുവിന് ഇഷ്ടമാണ്, ഞാൻ ഇനി മുതൽ തിന്മ ചെയ്യാൻ പോകുന്നു എന്നല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മടങ്ങുന്നതിനെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനോട് എനിക്ക് പുറത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് കെഞ്ചുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന് ഇഷ്ടമാണ്. ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻകും.
സഖത അലാ ബഈനിഹി ഖദ് അദല്ലഹു ഫി അർദി ഫലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാളെക്കാൾ സന്തോഷവാനാകും. ഏത് സമയത്ത് നിങ്ങൾ മരുഭൂമിയിൽ ഒരു യാത്രയിലായിരിക്കെ നിങ്ങളുടെ ഒട്ടകം, അതിന്മേൽ നിങ്ങളുടെ ഭക്ഷണവും പാനീയങ്ങളുമുള്ള ഒട്ടകം, അത് വഴിതെറ്റിപ്പോയി നിങ്ങളിൽ നിന്നും അത് പോയി കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒട്ടകം മറ്റൊരു റിവായത്തിൽ കാണാം, അന്വേഷിച്ചും ആഗ്രഹിച്ചും ക്ഷീണിച്ചുകൊണ്ട് മരത്തിനടിയിൽ അയാൾ കിടന്നുറങ്ങിപ്പോയി. ഉറക്കമെഴുന്നേറ്റപ്പോൾ അതാ ഒട്ടകം മുന്നിലുണ്ട്. ആ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയി, അല്ലാഹുവേ, നീയാണ് എൻ്റെ അടിമ, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് വിളിച്ചു പറഞ്ഞു പോയി. അഖ്തഅ മിൻ ഹിദ്ദത്തിൽ ഫറഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് സന്തോഷം കൊണ്ട് അയാൾക്ക് തെറ്റിപ്പോയി. അല്ലാഹുവിനോട് നീ എൻ്റെ അടിമയാണെന്ന് പറഞ്ഞു, ഞാൻ നിന്റെ റബ്ബാണെന്ന് റബ്ബിനോട് പറഞ്ഞു. സന്തോഷം കണ്ട് തെറ്റിപ്പോയതാണ്. കാരണം ജീവനാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാളെക്കാൾ അള്ളാഹുവിന് സന്തോഷമാണ് ഒരാൾ തൗബ ചെയ്യുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹുവിന് തൗബ ചെയ്യുന്നത് ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാഹ് ഉദ്ധരിക്കുന്നു, കാന റജുലുൻ മിമ്മൻ കാന ഖബ്ലകും ഖതല 99 റജുല ഔ നഫ്സ. നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ 99 ആളുകളെ കൊന്നു. അങ്ങനെ 99 ആളുകളെ കൊന്നു. ചെറിയ വിഷയമല്ല, അക്രമമാണ്. ഒരു കാരണവുമില്ലാതെ മനുഷ്യരെ കൊന്നതാണ്. എവിടെയാണ് ഈ പാപം കൊണ്ടുവെക്കുക? എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷ നേടുക? ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആവലാതിയായി അന്വേഷിച്ചു. അൻ അഅലമി അഹ്ലിൽ അർദ്, ഭൂമിയിലെ ഏറ്റവും അറിവുള്ള ആളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അതാ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അയാൾ ഭയങ്കര റാഹിബാണ്, അയാൾ വലിയ പുരോഹിതനാണ്. അയാൾക്ക് പക്ഷേ ഇൽമുണ്ടായിരുന്നില്ല, അറിവുണ്ടായിരുന്നില്ല. അയാൾ നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അയാളുടെ അടുത്തേക്ക് പോയി, ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഇത് കേട്ട മാത്രയിൽ ഈ പുരോഹിതൻ പറഞ്ഞു, തൗബ, നിനക്ക് എങ്ങനെ തൗബ കിട്ടാനാണ്? എവിടുന്നാണ് നിനക്ക് തൗബ? 99 മനുഷ്യരെ അനാവശ്യമായി അർഹതയില്ലാതെ കൊന്ന നിനക്കെവിടെ നിന്ന് തൗബ കിട്ടാനാണ്? ഒരാളെ കൊന്നാലുള്ള അവസ്ഥ എന്താണ്? 99 മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഇത് കേട്ടവാദി നേരത്തെ രണ്ടാമത്തെ കൂട്ടരെ പറഞ്ഞതുപോലെ ഏതായാലും തൗബയില്ല, ഏതായാലും രക്ഷയില്ല, അപ്പോ പിന്നെ ഇതിൽ തന്നെ തുടരുക. ഈ പറഞ്ഞ ആളെയും കൊന്നു. 100 ആളുകളെ കൊന്ന ആളായി മാറിയാൾ വീണ്ടും മനസ്സ് പിടക്കുന്നു, പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, മനസ്സിൽ പ്രയാസം തോന്നുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങണം, എനിക്ക് രക്ഷപ്പെടണം. വീണ്ടും അന്വേഷിക്കുകയാണ്. ലോകത്തറിവുള്ള ആളാരാണ്? എൻ്റെ ഇവിടെ എനിക്ക് അന്വേഷിച്ച് പോകാൻ കഴിയുന്ന നാടുകളിൽ അറിവുള്ളതാരാണ്? അങ്ങനെ അതാ ഒരു ആലിമിനടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്, ഞാൻ 100 പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ? എനിക്ക് തൗബയുണ്ടോ ചോദിക്കുകയാണ്. ആ ആലിമ് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് നിനക്കും തൗബക്കുമിടയിൽ മറയിടുന്നത് എന്താണ്? ആരാണുള്ളത്? തൗബക്കും നിനക്കുമിടയിൽ ആരാണുള്ളത്? പക്ഷേ നീ ജീവിക്കുന്നത് മോശം ആളുകളുടെ നാട്ടിലാണ്, ജീവിക്കുന്നത് നല്ല സ്ഥലത്തല്ല. നീ ഈ സ്ഥലത്ത് തന്നെ ജീവിച്ചാൽ ഇവിടുത്തെ ആളുകൾ മുമ്പുണ്ടായിരുന്നത് പോലെ നിന്നെ വീണ്ടും തിന്മകളിലേക്ക് പറഞ്ഞേക്കും. അതിനാൽ നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം. ആ സ്ഥലത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സാലിഹീങ്ങളുടെ നാടാണ്, അവിടേക്ക് പോകണം. സത്യസന്ധമായ തൗബയാ. ആ മനുഷ്യൻ ഈ ആലിമ് പറഞ്ഞത് അതുപോലെ കേൾക്കുകയാ. ഇങ്ങനെയാണ് എനിക്ക് തൗബ കിട്ടാൻ, അള്ളാഹു എനിക്ക് പുറത്തു തരാൻ എനിക്ക് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ഞാനിത് അവിടേക്ക് പോവുകയാ. ഞാൻ തൗബ ചെയ്താൽ എൻ്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ, ഞാൻ ഇങ്ങനെയുള്ള തിന്മകളും അതുപോലെയുള്ള നാടുകളും ഒഴിവാക്കണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അദ്ദേഹം യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങി വഴിമധ്യേ ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. 100 പേരെ കൊന്ന മനുഷ്യൻ
വഴിയിൽ മരണപ്പെട്ടു. മലായികത്തുകൾ വരികയാണ് മനുഷ്യനെ പിടിക്കാൻ വേണ്ടി. മലായികത്തുകൾ മനുഷ്യനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ വന്നത് ഒരു കൂട്ടം മലക്കുകളല്ല, 2 കൂട്ടം മലക്കുകളാണ്. അവർ റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളുമാണ്. അവിടെ പ്രശ്നമാവുകയാണ്, തർക്കമാവുകയാണ്. 2 കൂട്ടരുണ്ട്. അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു, ഇയാൾ തൗബ ചെയ്തുകൊണ്ട് വന്നതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണ് അദാബിന് വേണ്ടി വിട്ടുകൊടുക്കുക? ഇത് റഹ്മത്തിന്റെ ആളുകൾക്കുള്ളതാണ് എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു. അദാബിന്റെ മലക്കുകൾ തിരിച്ചും, ഇത്രയും കാലം 100ഓളം മനുഷ്യരെ കൊന്ന ഈ മനുഷ്യൻ തൗബ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പക്ഷെ തൗബ ചെയ്യാൻ വേണ്ടി ഷർത്താക്കപ്പെട്ട നാട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ അയാളെ പിന്നെ അദാബല്ലാതെ പിന്നെന്താണ് അയാൾക്ക് അർഹതയുള്ളത്? 2 പേരും തർക്കത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മലക്കിനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ പറഞ്ഞയച്ചു. എന്നിട്ട് ആ മലക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഖീസു, ഈ സ്ഥലം അളക്കുക എന്നവർ അവരോട് പറഞ്ഞു. ഈ സ്ഥലം അളക്കുക. അയാൾ അവിടേക്കാണോ ഇവിടേക്കാണോ കൂടുതൽ? അളന്നു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് പറഞ്ഞു, ഈ ഭൂമിയോട്, നല്ലവരുടെ ഭൂമിയോട് പറഞ്ഞു ഇവനോട് അടുക്കാൻ, മോശം ആളുകളുടെ ഭൂമിയോട് പറഞ്ഞു ഇവനിൽ നിന്ന് അകലാൻ. അങ്ങനെ ഒരു ചാണ് അദ്ദേഹം എന്ത് ചെയ്തു? നല്ലവരുടെ നാടിനോട് അടുത്തു. അങ്ങനെ അദ്ദേഹത്തെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയ സംഭവം നമുക്കറിയാം, നമ്മൾ കേട്ടവരാ. നമ്മൾ പഠിക്കേണ്ട പാഠം, നമുക്ക് തൗബയെ തൊട്ട് നമ്മളെ തടയുന്ന ഒന്നുമില്ല. തിന്മകൾ ഇന്നലെ വരെ ചെയ്തവരായിരിക്കാം, തിന്മകൾ ചെയ്തവരായിരിക്കാം, പക്ഷേ ഇന്നലെയും ഇന്നും വരെ തൗബ തിന്മ ചെയ്ത ആളുകൾ ഇന്ന് സാലിഹീങ്ങളായി നടക്കുന്ന ആളുകളെക്കാൾ മുൻകടന്നേക്കാം. ഇന്ന് സാലിഹീങ്ങളാണ്, ഇന്ന് മിമ്പറുമ്മൽ നിൽക്കുന്ന ആളാണ്, അയാളെക്കാൾ ഇന്ന് തിന്മകളിൽ മുഴുകിയ ആളുകൾക്ക് നന്നാകാം, അയാളെക്കാൾ ഉന്നതിയിലെത്താം. ഒരിക്കലതാ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലുള്ള ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്, ഖതലു ഫഅക്സറു ഫസനു വഅക്സറു, ഒരുപാട് കൊന്നിട്ടുണ്ട്, ഒരുപാട് വ്യഭിചാരം ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് അവർ വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദ് ഇന്നമാ തദ്ഉ ഇലൈഹി ലഹസൻ, നിങ്ങൾ ഈ വിളിക്കുന്ന കാര്യമൊക്കെ നല്ലത് തന്നെയാണ്, ഈ ദീനൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയണം, ഞങ്ങളെങ്ങാനും ഈ ദീന് സ്വീകരിച്ചാൽ ഞങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ് അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെയും അവർ അവകാശമില്ലാതെ കൊലപ്പെടുത്തുകയില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക്, ആരാണോ അത് ചെയ്തത്, യൽഖ അസാമ, അതിന്റെ പാപഫലം അവൻ കണ്ടുമുട്ടുന്നതാണ്. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, അവന്റെ പാപം നാളെ പരലോകത്ത് ഇരട്ടിപ്പിച്ചു കൊടുക്കും. വയഖ്ലുദു ഫീഹി മുഹാന, അതിലവൻ നിന്ദ്യനായി കഴിയും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്ലാ മൻ താബ വആമന, എന്നാൽ ആരാണോ തൗബ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും വഅമില അമലൻ സാലിഹ, എന്നിട്ട് അതിനുശേഷം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തത്,
ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ തിന്മകൾക്ക് പകരം നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ? തിന്മകൾക്ക് പകരം നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു തരും. രസകരമായ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നടക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അവസാനം സ്വർഗത്തിൽ ആദ്യം കയറുന്നത് ആരാണെന്നും അവസാനം കയറുന്നത് ആരാണെന്നും എനിക്കറിയാം. അങ്ങനെ ഒരു മനുഷ്യൻ വരും. ആ മനുഷ്യനെ അയാളുടെ വലിയ പാപങ്ങളൊക്കെ മറച്ചു വെക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. അയാളുടെ വലിയ പാപങ്ങളൊക്കെ മറച്ചു വെക്കാൻ പറയും. ചെറിയ പാപങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറയും. ഇതൊക്കെ നീ ചെയ്തതാണോ എന്ന് സമ്മതിക്കാൻ പറയും. അതായത് സമ്മതിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ചെറിയ പാപങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നീ ചെയ്തതാണോ? ഇതൊക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇയാളുടെ മനസ്സിൽ എന്താണ്? എൻ്റെ വലിയ പാപങ്ങളുണ്ട്, വൻ പാപങ്ങളുണ്ട്. അതെങ്ങാനും ഇവിടെ വന്നാലുള്ള അവസ്ഥ എന്താണ്? ഇതൊക്കെ ചെറുപാപങ്ങളാണ്. സമ്മതിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ആ ചെറുപാപങ്ങളെല്ലാം മാറ്റി നന്മകളാക്കി നൽകി കൊടുത്തു, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്. ഇത് കണ്ട ഉടനെ ഇത്രയും നേരം വലിയ പാപങ്ങളെക്കുറിച്ച് ആശങ്കയിലായിരുന്നു. ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് വലിയ കുറെ പാപങ്ങളുണ്ട് റബ്ബേ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചു, അണപ്പല്ല് കാണിച്ചിരിച്ചു എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എനിക്ക് വലുതുണ്ട് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവനാണ്. നന്മകളെ തിന്മകളാക്കി തരും. അതിനാൽ ഇന്ന് തിന്മയിലാണോ? വിഷമിക്കണ്ട. നന്മയിലേക്ക്, കഴിഞ്ഞതെല്ലാം നന്മയാക്കി തരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാൻ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അമ്മാ ബഅദു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന പല റിവായത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. എന്താണ്? അദ്നബ അബ്ദുൻ ദംബൻ ഫഖാല യാ റബ്ബി ഇന്നി അദ്നബ്തു ദംബൻ ഫഗ്ഫിർ ലി ഫഖാല അല്ലാഹു അസ്സ വജൽ علم عبدي أن له ربا يأخذ بالذنب ويغفر الذنب. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കുറിച്ച് പറയും, ഒരു അടിമ, ആ അടിമ തിന്മ ചെയ്തു. അദ്നബ ദംബൻ, ഒരു തിന്മ ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ റബ്ബേ, ഞാനൊരു തിന്മ ചെയ്തു പോയിട്ടുണ്ട്, ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു തരണമേ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, അലിമ റബ്ബി അന്ന ലഹു റബ്ബൻ യഅഖുദു ബിദ്ദംബ്. എൻ്റെ അടിമ അവനൊരു റബ്ബുണ്ടെന്ന് മനസ്സിലാക്കി. ആ റബ്ബ് തിന്മ ചെയ്താൽ അവനെ ശിക്ഷിക്കുമെന്ന് പേടിക്കുന്നുണ്ടവൻ. വയഗ്ഫിറുദ്ദംബ്, അതുപോലെ തന്നെ തിന്മ പുറത്തു കൊടുക്കുമെന്നും ആ റബ്ബിനെ കുറിച്ച് അവൻ വിശ്വസിക്കുന്നുണ്ട്. ഗഫർതു ലഹു, അവനെന്ന് ഞാൻ പുറത്തു കൊടുത്തു. സുമ്മ അദ്നബ ദംബൻ, പിന്നെയും തിന്മ ചെയ്തു. പിന്നെയും പറഞ്ഞു, സുമ്മ ഖാല ഐ റബ്ബ് അദ്നബ്തു ദംബൻ ഫഗ്ഫിർ ലി, പിന്നെയും ചെയ്തു തിന്മ. പിന്നെയും പറഞ്ഞു, എനിക്ക് പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, എൻ്റെ അടിമ അവന് മനസ്സിലായിട്ടുണ്ട്, അവനൊരു റബ്ബുണ്ട്. ആ റബ്ബ് തിന്മകളെ പിടികൂടുന്നവനാണ്, അതുപോലെ തന്നെ പുറത്തു കൊടുക്കുന്നവനാണെന്ന് ഞാൻ അവന് പുറത്തു കൊടുത്തു. സുമ്മ അദ്നബ ദംബൻ, വീണ്ടും അവൻ തിന്മ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലിമ റബ്ബി അന്ന ലഹു റബ്ബൻ യഅഖുദു ബിദ്ദംബി വയഗ്ഫിറു ദംബ് ഫഗഫർതു ലഹു ഫൽയഅമൽ മാ ഷാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എൻ്റെ അടിമ അവൻ്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി. അവനൊരു റബ്ബുണ്ട്. ആ റബ്ബ് തിന്മകൾക്ക് വേണ്ടി ശിക്ഷിക്കുന്നവനാണ്, പക്ഷേ അവൻ തിന്മ പുറത്തു നൽകുന്നവനാണെന്ന് മനസ്സിലാക്കി.
എന്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തു, അവൻ എന്താണോ ഇഷ്ടമുള്ളത് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, തിന്മകൾ ചെയ്താൽ പാപമോചനം തേടാൻ മറന്നു പോകരുത്. പ്രതീക്ഷയില്ലാത്തവരാകരുത്. ഞാനിങ്ങനൊക്കെ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ, എൻ്റെ ജീവിതം വേസ്റ്റായി എന്ന് പറയരുത്. ബാക്കി ഒരു ദിവസമാണോ? നിന്റെ 1000 ദിവസങ്ങളെക്കാൾ ആ ഒരു ദിവസം നിനക്ക് പകരമാകും. ജീവിതം ഒരു ദിവസമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ മനുഷ്യൻ ജീവിച്ച കാലം മുഴുവൻ 100 മനുഷ്യരെ കൊന്നവനാണ്. ബാക്കിയായത് ഏതാനും ചില ദിവസങ്ങളാണ്. ആ യാത്രയിൽ തന്നെ മരണപ്പെട്ടു. വേറൊരു പ്രവർത്തനം അയാൾ ചെയ്തിട്ടില്ല. അയാൾ പോയത് റഹ്മത്തിന്റെ മലായികത്തുകളുടെ കൂടെയാണ്. സഹോദരങ്ങളെ, ദിവസങ്ങൾ കുറച്ചേ ബാക്കിയുള്ളൂവെങ്കിലും, കഴിഞ്ഞത് ഒരുപാട് ദിവസങ്ങൾ തിന്മയിലായിരുന്നുവെങ്കിലും നമുക്ക് അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ നമുക്ക് അവസരമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അത് വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിശാലമായതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅലല്ലാഹു റഹ്മത 100 ജുസ്ഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ 100 ഭാഗങ്ങളാക്കി. فأمسكها عنده 99 جزءا. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ 99 ഭാഗവും അല്ലാഹുവിന്റെ അടുത്ത് വെച്ചു. فأنزل في الأرض رحمة جزءا واحدا. ഭൂമിയിലേക്ക് ഒരൊറ്റ ഭാഗം മാത്രം അയച്ചു. യർഹമു ബിദാലിക യർഹമുൽ ഖൽഖു. ഇത് കാരണത്താലാണ് സൃഷ്ടികൾ അന്യോന്യം കരുണ ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഹത്തൽ ഫറസു യർഫഉ റിജ്ലഹു ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ വലദിഹാ. ഒരു കുതിര യർഫഉ ഹാഫിറഹ അൻ വലദിഹാ. ഒരു കുതിര അതിൻ്റെ കുട്ടിയുടെ മേൽ കാല് തട്ടാതെ കുളമ്പ് പൊക്കി പിടിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റഹ്മത്തിൽ നിന്നാണ്. മാതാപിതാക്കൾ മക്കളോട് കരുണ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സ്വന്തം ജീവൻ ബലി കൊടുത്തും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു. ആ പ്രയത്നം, ആ റഹ്മത്ത് അവർക്ക് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു റഹ്മത്തിൽ നിന്നാണ്. ലോകം മുഴുവനുമുള്ള മാതാപിതാക്കൾ കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നത്, ലോകം മുഴുവനുമുള്ള മൃഗങ്ങൾ തങ്ങളുടെ മക്കളോട് കാരുണ്യം കാണിക്കുന്നത്, ലോകം മുഴുവനുമുള്ള മനുഷ്യർ അന്യോന്യം കാരുണ്യം കാണിക്കുന്നത്, എന്തൊക്കെ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുന്നുണ്ടോ അതെല്ലാം ഒരു ഭാഗത്തിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ബാക്കി 99 നാളെ പരലോകത്തെടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണത്താലാണ് നമ്മൾ ഒന്നിൽ നിന്നാണ് നമ്മൾ തിന്നുന്നത്, ഒന്നിൽ നിന്നാണ് ലോകത്തെ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ കാണുന്നത്. സഹോദരങ്ങളെ, അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ തൊട്ടൊരിക്കലും നിരാശരാകരുത്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ ഒരിക്കലും വൈമനസ്യം കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ അടിമകളോട് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരായ എൻ്റെ അടിമകളെ ദാസന്മാരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്ന, എല്ലാത്തിനും എല്ലാവരോടും കാരുണ്യം ചെയ്യുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ, തിന്മകളിൽ നിന്ന് മുക്തരാകാൻ പരിശ്രമിക്കുക. അള്ളാഹുവിനോട് ഏറ്റുപറയാൻ, ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന്, റബ്ബിലേക്ക് മടങ്ങുമെന്ന ഉറച്ച തീരുമാനമെടുക്കാൻ, തൗബ ചെയ്യാൻ നമുക്കാകേണ്ടതുണ്ട്. ദീന് പഠിക്കാൻ, അറിയാൻ, ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കാൻ നമുക്കാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും അവരുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാവിധ മുഅ്മിനീങ്ങളുടെ ശത്രുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുതി വരുത്തട്ടെ. അവർക്ക് തക്കതായ
ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നൽകി മുഅ്മിനീങ്ങളുടെ കണ്ണുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുളിർപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ الدين والحمد لله رب العالمين.